300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കെൽപ്പുള്ള ഇന്ത്യയുടെ തദ്ദേശീയ രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വൻ വിജയം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്ക് കൂടുതൽ കരുത്തേകി തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് മിസൈൽ നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും കൃത്യതയോടെ ഭേദിച്ചത്. ഒഡീഷ തീരത്തെ ചണ്ഡിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് വ്യോമസേനയുടെ യുദ്ധവിമാനത്തിലൂടെയാണ് മിസൈൽ വിക്ഷേപിച്ചത്. പരീക്ഷണത്തിനിടെ മിസൈലിന്റെ എല്ലാ സാങ്കേതിക മാനദണ്ഡങ്ങളും വിലയിരുത്തിയതായും പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് രുദ്രം 2 കാഴ്ചവെച്ചതെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകാശത്തു നിന്ന് കരയിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനമാണ് രുദ്രം 2. മണിക്കൂറിൽ 5.5 മാക്ക് വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് 300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ കൃത്യമായി തകർക്കാനാകും. ശത്രുവിന്റെ റഡാർ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനാണ് പ്രധാനമായും ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 200 കിലോഗ്രാം ഭാരമുള്ള രുദ്രം 2 3 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന സുഖോയ് 30 MKI ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാൻ കഴിയും. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത KH-31 ആന്റി റേഡിയേഷൻ മിസൈലുകൾക്ക് പകരമായാണ് ഈ പുതിയ തദ്ദേശീയ സംവിധാനം രംഗത്തെത്തുന്നത്. ശത്രുവിന്റെ റഡാർ സിഗ്നലുകൾ കണ്ടെത്തി അതിനെ ലക്ഷ്യമാക്കി കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ് രുദ്രം 2വിന്റെ പ്രധാന സവിശേഷത. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തനരഹിതമാക്കാൻ ഇത് ഇന്ത്യൻ സേനയ്ക്ക് ഗുണം ചെയ്യും. ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇംറാത്തിന്റെ നേതൃത്വത്തിൽ DRDOയുടെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങൾ ചേർന്നാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെ നിരവധി പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പരീക്ഷണ വിജയത്തെ അഭിനന്ദിച്ചു. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിക്കുന്ന മുന്നേറ്റത്തിന്റെ തെളിവാണ് രുദ്രം 2 എന്ന് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ആയുധ സംവിധാനങ്ങളിൽ രാജ്യത്തിന്റെ ആത്മനിർഭരത വർദ്ധിപ്പിക്കുന്നതിൽ ഈ നേട്ടം നിർണായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബ്രഹ്മോസ്, ആകാശ്, പ്രളയ്, അസ്ത്ര തുടങ്ങിയ തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾ വിജയകരമായി വികസിപ്പിച്ച ഇന്ത്യ ഇപ്പോൾ വ്യോമാക്രമണ ശേഷിയിലും വൻ കുതിപ്പാണ് നടത്തിവരുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് പ്രതിരോധ വിദഗ്ധർ രുദ്രം 2വിനെ വിലയിരുത്തുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിദേശ ആയുധങ്ങളോടുള്ള ആശ്രിതത്വം കുറയ്ക്കാനും രുദ്രം 2 വലിയൊരു തുടക്കമാണ്. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് പുതിയ ഊർജം നൽകുന്ന നേട്ടമായാണ് രുദ്രം 2വിന്റെ വിജയകരമായ പരീക്ഷണത്തെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.